ഉറപ്പാണ് ഇത് കടിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ക്രഞ്ച് സൗണ്ട് കേൾക്കാൻ പറ്റും. ഹായ് ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. നമ്മൾ ഓബിയസ്ലി ഫുഡിന്റെ ഒരു റിവ്യൂ ആണ്. മെക്ഡോണൾഡ്സ് റിവ്യൂ ചെയ്യാൻ പോവാണ്, റഷ്യയിലെ മെക്ഡോണൾഡ്സ്. അതിന് മുമ്പ് നമ്മൾ വാങ്ങാൻ പോവാണ്, നമ്മുടെ തൊട്ടടുത്താണ്. അതിന് മുമ്പ് വേദുവിന്റെ ഈ ഒരു പ്ലേ ടൈം എല്ലാ ദിവസവും ഇപ്പൊ വേദുവിന്റെ ഫ്ലാറ്റിൽ സമയം കിട്ടുമ്പോൾ ഇതാണ്. ഹലോ, ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി റഷ്യ. ഇതുപോലത്തെ ഈ ഓപ്പൺ സ്പേസസും പബ്ലിക് സ്പേസസും ഒക്കെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. വേദു ഇവിടെ കളിക്കും, നമ്മൾ നമ്മുടെ ഫോണിലിരുന്ന് നമ്മുടെ പണി ചെയ്യാനുള്ളത് പണി ചെയ്യും. അടിപൊളി. നമുക്ക് പോയി പാപ്പം വാങ്ങട്ടെ? വേദു നദി പോണോ? വീഴരുതേ, പതുക്കെ വരണേ. നമുക്ക് മെക്ഡോണൾഡ്സ് കഴിക്കാൻ പോണ്ടേ? സമയം രാത്രി 9:30 കേട്ടാ. 9 അവിടെ കാണാം, ക്ലോക്ക് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. 9:30 വിളിച്ചു നോക്ക്. വൈറ്റ് നൈറ്റ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ഒരിക്കലും ഇരുട്ടാറില്ല എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞു, ഞങ്ങൾ ഇവിടെ വരുന്നതിന് 2 ആഴ്ച മുമ്പായിരുന്നു. വേദു എൻ്റെ അകത്തൊക്കെ കയറി ഇരുന്നു കേട്ടാ. വേഗം പോണേ, അടയ്ക്കും. 10:30 ആകുമ്പോൾ മെക്ഡോണൾഡ്സ് അടയ്ക്കും. കേറിക്കോ. അപ്പൊ ഗൈസ്, ഇന്ന് റഷ്യൻ മെക്ഡോണൾഡ്സ് ആണ്, പക്ഷെ ഞാൻ വാങ്ങി വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ റഷ്യയിലെ മെക്ഡോണൾഡ്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പക്ഷെ ഓർഡർ ചെയ്യുന്നത് നമുക്ക് ഇതിൽ കൂടെ തന്നെ ചെയ്യാം, ഈ മെഷീനിൽ കൂടെ. സോ ദാറ്റ് നമുക്ക് ഇംഗ്ലീഷ് മെനു കിട്ടും. അല്ലാതെ അവിടെ ഒരു ഇംഗ്ലീഷ് മെനു ഇല്ല. അപ്പൊ നോക്കാം അങ്ങോട്ട് എന്തൊക്കെയാണ്. നമുക്ക് റഷ്യ സ്പെഷ്യൽ വല്ലതും ഉണ്ടോ നോക്കാം. ആരും തന്നെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ്ലി ഓബിയസ്ലി ബർഗേഴ്സ് ആണ് നോക്കേണ്ടത്. ബീഫ് ബർഗേഴ്സ് ആയിരിക്കും ബെസ്റ്റ്. പുതിയ സാധനങ്ങള് നാട്ടിൽ കിട്ടാത്തത് ഇതിലൊന്നും നാട്ടിൽ കിട്ടില്ല, പക്ഷെ എന്നാലും നമുക്ക് മെയിൻ സാധനങ്ങൾ ട്രൈ ചെയ്യണമല്ലോ. ഓബ്വിയസ്ലി ബിഗ് മാക്, മെക്ഡോണൾഡ്സിന്റെ മെയിൻ സാധനം. ഉള്ളി ബർഗർ മതി നമുക്ക്. ഇതെന്തോ പനീനി ടൊസ്കാന, അതെനിക്ക് തോന്നുന്നു മറ്റേ ഈ സംഭവം ആവാനാ സാധ്യത. ഇറ്റാലിയൻ എന്തോ ആണ്, അത് ട്രൈ ചെയ്യാം ഒരെണ്ണം. അടുത്തത് നമുക്ക് സ്റ്റാർട്ടേഴ്സിൽ എന്തെങ്കിലും നോക്കട്ടെ, എന്താ സംഭവം എന്ന്. ചിക്കൻ വിങ്സ് സ്പൈസി, അത് ഒരെണ്ണം എടുക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ മതി, അതൊരു 3 എണ്ണം മതി. നമുക്കൊരു ചില്ലി സോസ് തന്നെ എടുക്കാം. ഏതാണ് സംഭവം? ഇത് ന്യൂ ട്രൈ ചെയ്തു, ബിഗ് ടേസ്റ്റി വിത്ത് ബേക്കൺ, അതും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഇതിൽ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ അറിയാം, സോൾട്ട്, ഇതെല്ലാം നമുക്ക്. എനിക്ക് ടൊമാറ്റോ നമുക്ക് വേണ്ട, ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞാൽ ഒരു സോഗിനെസ് വരും. ഓക്കെ, ബാക്കി 3 ചീസാ, കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്യാം. 3 ചീസ്, 1 ബേക്കൺ, 3 ടേസ്റ്റി സോസ്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ എന്തെങ്കിലും ട്രൈ ചെയ്യാം. മെക്ഡോണൾഡ്സിന് നഗറ്റ്സ് ഫേമസ് അല്ല, പക്ഷെ ഇവിടെ നഗറ്റ്സ് ഇല്ലാന്ന് തോന്നുന്നു. നഗറ്റ്സ് കാണുന്നില്ലല്ലോ. മെക് നഗറ്റ്സ്, അതെന്തായാലും ട്രൈ ചെയ്യണം. ഫുഡ് അത്ര മതി. ഡ്രിങ്ക്സ് എന്തൊക്കെയുള്ളത് നോക്കട്ടെ, ഡിഫറെന്റ് ആയിട്ടുള്ള കൂൾ ഡ്രിങ്ക്സ്. അങ്ങനെ സ്പെഷ്യലൈസ് ഒന്നും. ഇത് കൊള്ളാൻ തോന്നുന്നു, എന്തോ സൺറൈസ് ഡോളാസ്, അത് ബ്രേക്ക് ഇഷ്ടപ്പെടും. ഐസ്ക്രീം എടുക്കാം. സ്പെഷ്യൽ എന്താ? മാംഗോ വേണ്ട. മെക്ഫ്ലറി അടിപൊളിയായിരിക്കുമല്ലോ. ചോക്ലേറ്റ് വിത്ത് കാരമൽ, അത് ഒരെണ്ണം എടുക്കാം. ഫൈനലി വേറെ എന്തെങ്കിലും കൂടെ എടുക്കണമല്ലോ. ഡെസേർട്ട് ഒരെണ്ണത്തിൽ അവസാനിപ്പിക്കാൻ പാടില്ല. ചെറി പൈ, സ്ട്രോബെറി പൈ, ഇതൊരെണ്ണം എടുക്കാം. ഒരു പൈ എടുക്കാം. ഏകദേശം എല്ലാം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. വ്യൂ മൈ ഓർഡർ. വലിയതാണല്ലോ. അപ്പൊ ബിഗ് മാക്, പനീനി, ചിക്കൻ വിങ്സ്, ടേസ്റ്റി ബേക്കൺ, നഗറ്റ്സ്, സൺറൈസ് ഡോളാഷ്, മെക്ഫ്ലറി, സ്ട്രോബെറി ആൻഡ് റാസ്ബെറി പൈ മതി. ഓക്കെ, ചെക്കൗട്ട്. ഇനി നമുക്ക് ഇതൊക്കെ വീട്ടിൽ പോയിരുന്ന് അടിച്ച് ഒരു റിവ്യൂ ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് ഇവിടെ നമ്മുടെ കൂപ്പൺ വരും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കൂപ്പൺ കിട്ടും, 80. ഇവിടെ നമ്പർ എവിടെയോ ഡിസ്പ്ലേ ചെയ്യും, ആ TV സ്ക്രീനിലാന്ന് തോന്നുന്നു. പക്ഷെ നല്ല അടിപൊളി സ്പേഷ്യസ് മെക്ഡോണൾഡ്സ് ആണ്. ഈസി ക്ലീൻ, വെരി ഹൈജീനിക്. മെക്ഡോണൾഡ്സിന് എപ്പോഴും തിരക്ക് കാണുമല്ലോ, എൻ്റെ സമയം എടുക്കും. നല്ല തിരക്കാണ് റഷ്യയിലെ മെക്ഡോണൾഡ്സിലും. പക്ഷെ നോക്ക്, എന്തൊരു വർക്കിംഗ് വന്ന് ഭയങ്കര തിരക്കാണ്.
വെൽ ഓർഗനൈസ്. നമ്മുടെ നാട്ടിലത്തൊക്കെ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ മച്ച് മോർ ഓർഡേഴ്സ് ആണ് വരുന്നത്. ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. പക്ഷെ എന്നാലും ഞാൻ പറയാം, എത്ര ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈങ് മെഷീൻസും സംഭവം തന്നെ. അത് ഭയങ്കര സ്പീഡുമാണ്, ഒട്ടും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. ഹായ് ശാശ. ശാശ മോൻ അപ്പൊ നഗറ്റ്സ് വാങ്ങിയിട്ടുണ്ടേ. കണ്ട കണ്ട റീത കണ്ടോ ശാശ കാന്. വേദു റെഡി അല്ലേ അപ്പൊ ഒരു മക്ഡൊണാൾഡ്സ് റിവ്യൂ ചെയ്യാൻ? നല്ല വൃത്തിയായിട്ട് ഞങ്ങള് വെച്ചിട്ടുണ്ട് റൂം. ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ടും അത് പ്രിയയുടെ കഴിവാണ് ഇത്രയെങ്കിലും വൃത്തിയായി വെക്കുന്നത്, അല്ലേ പ്രിയ? അല്ല റൂമേ സാധനങ്ങൾ വളരെ കുറവാന്ന്. ഇനി എന്തെങ്കിലും വാങ്ങാനുണ്ടോ? ബാ കഴിക്കാം ബാ. പിന്നെ ഹീലിന്റെ ഹാൻഡ് വാഷിനെ കുറിച്ച് ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും പറഞ്ഞു കാണും. പക്ഷെ ടീ ട്രീ ഓയിൽ ഉണ്ട് ആൻഡ് ചാർക്കോൾ ഹാൻഡ് വാഷ്. അത് അടിപൊളി സംഭവമാണ്. കാരണം എസ്പെഷ്യലി പൊല്യൂഷനൊക്കെ പോകുമ്പോൾ വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ നല്ലൊരു സംഭവമാണ്. ആൻഡ് ഇത് ആംല ആൻഡ് വൈറ്റമിൻ സി ഹാൻഡ് വാഷ് പ്ലസ് അലോവേറ ഹാൻഡ് വാഷ് ഉണ്ട്. നിങ്ങൾക്ക് ഈ എല്ലാ പ്രോഡക്ട്സും ഹീലിന്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ OHF30 എന്ന് പറഞ്ഞ കോഡ് ഇട്ട് കഴിഞ്ഞാൽ 30% ഓഫ് കിട്ടും. ഹാൻഡ് വാഷ് ആണ് എന്റെ അഭിപ്രായത്തിൽ. സാനിറ്റൈസിങ് കമ്പൽസറി ആണെങ്കിലും നത്തിങ് ക്യാൻ റീപ്ലേസ് എ ഗുഡ് 20 സെക്കൻഡ് ഹാൻഡ് വാഷ്. അപ്പോൾ വീട്ടിലെത്തി ഓരോ സാധനങ്ങളായിട്ട് വെളിയിലെടുത്ത് വെക്കട്ടെ. കുറേ ഉണ്ട് കേട്ടോ പ്രിയ പാക്കറ്റ്സ്. ഫുൾ മക്ഡൊണാൾഡ്സ് ആണ്, ഫുൾ മക്ഡൊണാൾഡ്സ് ആണ് വേദു. ഓക്കെ അപ്പൊ തുടങ്ങാലോ. വേദു ഗുഡാണോ? വേദു ആണ് തുടങ്ങിയത്, ഞാൻ തുടങ്ങുന്നതിന് മുമ്പ്. ഗുഡാണോ? അപ്പൊ തുടങ്ങാൻ പോവാണ്. കുറെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് ഒരു വേദുവിന്റെ ഡയറ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, റഷ്യൻ ട്രിപ്പ് കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നതായിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴും പറയാൻ പറ്റും. പക്ഷെ വേദു ഹി ഈറ്റ്സ് ലൈക്ക് അസ് ഓൺലി. പക്ഷെ ഐ മേക്ക് ഷുവർ ഹി ഹാസ് ഒരു നേരം അല്ലെങ്കിൽ 2 നേരമെങ്കിലും ഒരു ഹെൽത്തി ഫുഡ്. ലൈക്ക് രാവിലെ അറ്റ്ലീസ്റ്റ് ഓട്സ്, ഉച്ചയ്ക്ക് ചിലപ്പോൾ റൈസ്, രാത്രി മക്ഡൊണാൾഡ്സോ KFC. ഇപ്പോൾ ഉച്ചയ്ക്ക് പിസ്സ കഴിക്കുകയാണെങ്കിൽ ഇവിടെ പിസ്സ ആക്ച്വലി ഹെൽത്തിയാണ്. കാരണം ഗോതമ്പിന്റെ ബേസിൽ അല്ലെങ്കിൽ മൈദയുടെ ബേസ് ആണെങ്കിലും കുറേ വെജിറ്റബിൾസും ചീസൊക്കെ വെച്ച് പിസ്സ കിട്ടും. സോ വേദു ഈറ്റ്സ് എവറിത്തിങ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവന് ഇഷ്ടമാണ്. ആൻഡ് ഇനി നമ്മൾ ഇന്നത്തെ തുടങ്ങാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസിലാണ്. മക്ഡൊണാൾഡ്സിൽ ആക്ച്വലി ഏറ്റവും ബെസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ചെയിൻ്റെ മക്ഡൊണാൾഡ്സിലാണ്. 3 സോസാണ്. ഇത് കെച്ചപ്പ്, ജസ്റ്റ് സീ ഹൗ ബ്യൂട്ടിഫുൾ ദിസ് ഇസ്. ചീസ് സോസ്, ഇതൊരു സ്വീറ്റ് ആൻഡ് സ്പൈസി ടൊമാറ്റോ സോസ്. ഇതിപ്പോൾ കുറച്ച് ഇതായിപ്പോയി, സോഗി ആയിപ്പോയി. പക്ഷെ എന്നാൽ സ്റ്റാൻഡേർഡാണ് വേൾഡ് വൈഡ്. എനിക്ക് ആക്ച്വലി നാട്ടിൽ കിട്ടുന്ന മക്ഡൊണാൾഡ്സിൽ ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള സാധനമായിട്ട് തോന്നിയത് ഇത് മാത്രമാണ്, ഫ്രഞ്ച് ഫ്രൈസ്. ചീസ് സോസ് മുക്കി നോക്കാം. ചീസ് സോസ് ഇതിനല്ല വാങ്ങിയത്, എന്നാലും അത് കാണുമ്പോൾ തന്നെ നല്ല ഫീലിംഗ് ആണ്. നല്ല തിക് സോസ് ആണ് അത്. പക്ഷെ ഞാൻ വാങ്ങിയ വേറൊരു സാധനമുണ്ട്, അതിൻ്റെ കൂടെ നല്ലതായിരിക്കും. ഫ്രഞ്ച് ഫ്രൈസ് മാറ്റി വെക്കട്ടെ. അടുത്തത് ചിക്കൻ വിങ്സ് അല്ല നഗറ്റ്സേ. ചിലപ്പോൾ വേദും പ്രിയയും കൂടെ അവിടെ കഴിച്ചുകൊണ്ടിരിക്കും. അത് തരും. പ്രിയ കെൻ യു പ്ലീസ് ഗിവ് മീ 1 നഗറ്റ്? പ്രിയക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബോക്സോടെ കാണിക്കട്ടെ, എന്നാലേ എന്നൊരു ലുക്കുള്ളൂ. ഓഹോ, 9 നഗറ്റ്സ് വാങ്ങിയതിൽ ഒറ്റ ഒരെണ്ണം ബാക്കി. നല്ല സ്പീഡിലാണ് നഗറ്റ്സിന്റെ പുള്ളിങ്. മക്ഡൊണാൾഡ്സിലെ നഗറ്റ്സ് നൈസ് ക്രിസ്പി ഓൺ ദി ഔട്ട്സൈഡ്, ഓയിലി ആണ് കുറച്ച്. ഇത് നമുക്ക് ഈ ചീസ് സോസിൽ നോക്കാം. ആ ചിക്കൻ്റെ റിച്ച്നെസ്സും ആ ഇതിൻ്റെ ചീസ് സോസിൻ്റെ റിച്ച്നെസ്സും എല്ലാം കൂടെ ഒരു ഭയങ്കര റിച്ച് ഡിഷാണ് സംഭവമായിട്ടുണ്ട്. അടിപൊളി. ചീസ് സോസ് അടിപൊളി. ഞാൻ നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ല. എന്താ സൂപ്പർ ചീസ്. വെറുതെ ലിക്വിഡ് ചീസ് സോസ് അല്ല, ഇപ്പൊ ഇത് സോസാണ്. തിരിച്ചാലും വീഴത്തില്ല. കണ്ട അത്രയും തിക്കാണ്. ഇറ്റ്സ് ലൈക്ക് മെൽറ്റഡ് ചീസ്. ചീസ് ഫോണ്ട്യൂനും കാട്ടി തിക്കായിട്ടുള്ള ചീസ്. വെരി നൈസ്. അടുത്തത് വിങ്സ്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡായിട്ട്. പക്ഷെ ഇത് ക്രിസ്പി വിങ്സ് ആണ്. മക്ഡൊണാൾഡ്സിലെ ക്രിസ്പി വിങ്സ് ആദ്യമേ സോസ് ഇല്ലാതെ എടുത്ത് നോക്കാം. ഇത്
ഇത് കടിച്ചാലും വരും, പക്ഷെ നോക്കാം, കടിച്ച് തന്നെ കഴിക്കാം, അതല്ലേ അതിൻ്റെ ഒരു ലുക്ക്. ചീസ് സോറി മെക് വിങ്സ്. I somehow feel ഈ വിങ്സ് ഒക്കെ മെക്ഡോണൾഡ്സ് മേക്ക് ഇറ്റ് ബെറ്റർ ദാൻ KFC, എസ്പെഷ്യലി ഇവിടെ. ഞാൻ KFC മെക്ഡോണൾഡ്സും കഴിച്ചു. സോ ക്രിസ്പി, സോ ജ്യൂസി ഓൺ ദ ഇൻസൈഡ്, പെർഫെക്റ്റ്ലി കുക്ക് ചിക്കൻ, എക്സ്ട്രീംലി ക്രിസ്പി ബാറ്റർ, സ്പൈസിനെസ് ഉണ്ട്. നമുക്ക് KFCയുടെ അത്രയും സ്പൈസിനെസ് തോന്നാറില്ല. പിന്നെ സ്പൈസി വിങ്സ് ഓർഡർ ചെയ്ത് അത് ഭയങ്കര സോൾട്ടിയാണ്. ഇതല്ല, സ്പൈസിനെസ് മാത്രമേ, അധികം സോൾട്ടിനെസ് ഇല്ല, ഈവൻ ദോ ഇറ്റ്സ് ലോഡഡ് വിത്ത് സോഡിയം. ഇനി ഇത് നമുക്ക് ചീസ് സോസിൽ മുക്കി നോക്കാം. ഇത് ചീസ് സോസിൽ മുക്കാൻ പാടാ, കാരണം വലിയ പീസാണ്. കുറച്ച് അത് പറ്റില്ല, എനിക്ക് ഫുൾ മുക്കണം. എന്ത് ചെയ്യും? അടിപൊളി, ഒരു രക്ഷയില്ലേ ചീസ് സോസ്. ഭയങ്കര ഒരു ന്യൂ ഫൗണ്ട് ലവ് ആണ് മെക്ഡോണൾഡ്സ് ഇൻ റഷ്യയില്. അടിപൊളി. ചിക്കൻ വിങ്സ് ആക്ച്വലി ചിക്കൻ ഡ്രം സ്റ്റിങ്സിന്റെ അത്രയും വലിയ സൈസ് ഉണ്ട് ഓൾമോസ്റ്റ്. ഓർഡർ ചെയ്തെല്ലാം കൂടെ നിങ്ങൾ എന്തൊക്കെ ഓർഡർ ചെയ്തത് കണ്ടല്ലോ, 1200 rupees ആണ്. സോ നൈസ്, ആക്ച്വലി ടേസ്റ്റ് ലൈക്ക് റിയൽ ചിക്കൻ. മെക്ഡോണൾഡ്സിൽ ഒന്നും റിയൽ അല്ലല്ലോ, എല്ലാം കുറെ ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ, പ്രിസർവേറ്റീവ്സ് അല്ല, പക്ഷെ ചിക്കൻ ടേസ്റ്റ് റിയൽ. ഈവൻ ദിസ് ചീസാണ് നല്ല രസമുണ്ട്. അടിയിൽ ഒരു സ്ട്രോബെറി, മേളിൽ ഓറഞ്ച് ആണ്. ഒന്ന് ബ്രേക്ക് വാങ്ങിയാൽ, പക്ഷെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. മിക്സ് ചെയ്യാം. ജ്യൂസാണ്, ഫ്രഷ് ജ്യൂസ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് ആക്ച്വലി ടേസ്റ്റിംഗ് ലൈക്ക് റിയൽ ജ്യൂസ്. ഒട്ടും സ്വീറ്റ് അല്ല, ഓറഞ്ചിന്റെ ബിറ്റർനെസ് ഉണ്ട്. ചെറിയുടെ ടേസ്റ്റ് ഒന്നും അങ്ങനെ കിട്ടുന്നില്ല, പക്ഷെ ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് വെരി നൈസ് ആക്ച്വലി. ഇനി മെയിൻ സംഭവത്തിലേക്ക് നമുക്ക് പോവാം. വേൾഡ് ഫേമസ് ബിഗ് മാക് ബർഗർ. ബിഗ് മാക് ആണ് ഈ മെക്ഡോണൾഡ്സിന്റെ ഒരു എന്താ പറയുക, ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ സെന്റർ പോയിന്റ് ബർഗർ, ട്രേഡ് മാർക്ക് ബർഗർ. ബിഗ് മാക് ഒന്ന് ട്രൈ നോക്കാം. അതിന്റെ ഈ അകം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. സർപ്രൈസിംഗ്ലി ദ ബൺ ലുക്സ് സോ ഗുഡ്. ആ ഒരു ബൺ പിന്നെ റഷ്യയിലെ ഒരു ക്വാളിറ്റി തന്നെയാണല്ലോ. വെരി നൈസ് ബൺ, നൈസ്ലി ടോസ്റ്റഡ് സെസമി. പാറ്റി അങ്ങനെ വലിയ ലുക്കൊന്നുമില്ല. സം പിക്കിൾസ് ഉണ്ട്, മഷ്റൂം അല്ല സോറി ലെറ്റ്യൂസ്, ചീസ്, മയണീസ്. അങ്ങനെ തന്നെ അടിയിൽ ഒരു പാറ്റിയും പിന്നെയും ആ ചീസ്. ഐ ലവ് ദിസ് യെല്ലോ കളർ ചീസ് കളർ. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിഗ് മാക് ഓഫ് റഷ്യ. സൈസ് വൈസ് ഇന്റർനാഷണൽ സൈസ് തന്നെയാണ്, അങ്ങനെ സ്പെഷ്യൽ ഒന്നുമില്ല. റഷ്യയിലെല്ലാം ഹ്യൂജ് ആണെങ്കിലും ബിഗ് മാക് ടേസ്റ്റ് ദ സെയിം, അല്ല ഇറ്റ് ലുക്സ് ദ സെയിം. ദുബായിലൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റ് അല്ല, സ്പെഷ്യൽ ആയിട്ടൊന്നും തോന്നില്ല. പക്ഷെ പിക്കിൾസ് അടിപൊളി, നല്ല സ്ട്രോങ് ഫ്ലേവർ ഓഫ് പിക്കിൾസ് ഉണ്ട്. അത് മയണീസ് കുറച്ച് കൂടിപ്പോയി. ചീസിന്റെ ക്വാളിറ്റി ഈസ് റിയലി ഗുഡ്. പാറ്റി ഐ ആം നോട്ട് ഗെറ്റിംഗ് എനി ബീഫ് ടേസ്റ്റ്. ബീഫിന്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷേ മെക്ഡോണൾഡ്സ് ബിഗ് മാക്കിന്റെ ടേസ്റ്റ് ഉണ്ട്. ഐ പേഴ്സണലി വുഡ് എനി ഡേ പ്രിഫർ നമ്മുടെ നാട്ടിലത്തെ ബർഗർ ജംഗ്ഷൻ ദാൻ ദിസ്. സോ മച്ച് ബെറ്റർ, ഇൻകംപാരബിൾ ആണ്. ഇനി ഞാൻ റഷ്യയിൽ വന്ന് മെക്ഡോണൾഡ്സിൽ റഷ്യൻ സ്പെഷ്യൽ എന്തെങ്കിലും മേ ബി ബെയർ ബർഗറോ അല്ലെങ്കിൽ റാബിറ്റ് ബർഗർ ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇറ്റാലിയൻ വീക്കാണ് മെക്ഡോണൾഡിൽ നടക്കുന്നത്. ആക്ച്വലി വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ സ്പെഷ്യൽ ഫുഡ് ഇല്ലേ, മെക്ഡോണൾഡ്സ് ഒക്കെ സ്പെഷ്യൽ മെനു എപ്പോഴും വരുമല്ലോ, അതൊക്കെ ഇറ്റാലിയനാണ് കൂടുതൽ വരുന്നത്. അതൊന്നു പോയി ഏഷ്യയിൽ വേറെയാണ്. ജപ്പാനിലൊക്കെ റൈസ് ബർഗേഴ്സ് ഒക്കെ കിട്ടും, അതൊക്കെ വേറെ. അതൊക്കെ എപ്പോഴെങ്കിലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. മെക്ഡോണൾഡ്സ് റഷ്യ, ജപ്പാനൊക്കെ സോ ഹെവി, സോ ഡെൻസ്. ഇതൊരു ക്ലോസ് ടു 1/2 kilo കാണും കേട്ടോ ഈ സംഭവം. ഹൈലൈറ്റ് അതിൻ്റെ മയണീസ്, സാധാരണ മയണീസ് അല്ല, ഒരു മിൻറ്റ് മയോൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ്. ഫ്രഷ് ഹേർബ്സ് ഉണ്ട്, അടിയിൽ കുറേ ഫ്രഷ് ഹേർബ്സ് ഉണ്ട്. ഇറ്റലിയിൽ ഹേർബ്സ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ആസ് യൂഷ്വൽ പാറ്റി ടേസ്റ്റ് റിയലി നോർമൽ, നത്തിങ് എക്സ്ട്രോർഡിനറി.
ഇതിൻ്റെ ചീസ് ഇറ്റാലിയൻ ചീസ് വേറെ ഏതെങ്കിലും ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഒരു ഇൻഡസ്ട്രിയൽ ചീസ് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു നോർമൽ ഒരു എന്താ പറയുക ഒരു പ്രോസസ് ചീസിൻ്റെ ടേസ്റ്റ് ഇല്ല. മറ്റേ ബർഗേഴ്സിലൊക്കെ ഉണ്ട്. ഇതിൻ്റെ ചീസിൻ്റെ കളറും വ്യത്യാസമാണ്. അത് നിങ്ങൾക്ക് അകത്ത് കാണാം. അകത്ത് കുറച്ച് വൈറ്റിഷ് ആണ്, യെല്ലോയിഷ് അല്ല ഒട്ടും, കണ്ട വൈറ്റിഷ് ചീസാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ചീസിൻ്റെ ക്വാളിറ്റി യു ക്യാൻ ടേസ്റ്റ്. ആക്ച്വലി ലോട്ട് ഓഫ് ഫ്രഷ് വെജിറ്റബിൾസ് ഉണ്ട് ഇതിൽ. ആൻഡ് ദ ബ്രെഡ് ഓൾസോ ഇറ്റ്സ് റിയലി നൈസ്. കുറേ ഈ ഒരു എന്താ പറയുക ജീരകമൊക്കെ ഇട്ട പോലെയുണ്ട്. ഇറ്റ്സ് നൈസ്, ഡിഫറെൻറ്റ് ഇറ്റാലിയൻ മക്ഡൊണാൾഡ്സ്. വളരെ ഹെവിയാണത്. പ്രതീക്ഷ വാങ്ങിയാണ്. 2 ബൈറ്റ് എടുത്തിട്ട് അത് മാറ്റി വെക്കാം. എനിക്ക് മെക്ഡോണൾഡ്സിലെ പെപ്സി ആക്ച്വലി കോക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതേ മെക്ഡോണൾഡ്സ് അല്ല വാങ്ങിയത്. ഞാൻ കേട്ടത് അവരുടെ കോക്കിൻ്റെ അവർ ഫൗണ്ടൻ മെഷീനിലല്ല ഇടുന്നത്. അപ്പോൾ സിറപ്പ് അവർ കമ്പാരിറ്റീവ്ലി കൂടുതൽ ആഡ് ചെയ്യും കമ്പയർഡ് ടു വാട്ട് നോർമലി വി ഗെറ്റ് ഇൻ ദ ക്യാൻ ഓർ സംതിങ്. സോ അതുകൊണ്ട് അവരുടെ ബെറ്റർ എന്ന് കിട്ടും. പക്ഷേ അവരുടെ ഡയറ്റ് കോക്കൊന്നും ഇവിടെ ഓർഡർ ചെയ്യാൻ വളരെ പാടാണ്, എസ്പെഷ്യലി മറ്റേ ആ മെഷീനിൽ കൂടെ. അതുകൊണ്ട് ഞാൻ വാങ്ങി സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി. പക്ഷേ കോക്കും പെപ്സിയൊന്നും ഇല്ലാതെ മെക്ഡോണൾഡ്സ് കഴിക്കാൻ പറ്റില്ല. ഓക്കെ, ഫൈനൽ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ ബർഗേഴ്സിൽ മെയിൻ കോഴ്സിലുള്ള ഫൈനൽ ഐറ്റം. ദിസ് ഇസ് ഹ്യൂജ്. ആൻഡ് ഇത് ആക്ച്വലി അവരുടെ റെക്കമെൻഡഡിലും ഉണ്ട് ന്യൂവിലും ഉണ്ട്. ബേക്കൺ ബീഫ് ബർഗർ ആണ്. ആൻഡ് ഇറ്റ് പാക്കിങ്ങിൽ തന്നെ നമുക്ക് അതിന്റെ പ്രീമിയംനെസ് കാണാം. എന്റെ പാക്കിങ്ങിന് തന്നെ ഒരു പ്രീമിയം ഇല്ല. ബിഗ് മാക് പോലെ ഒന്നല്ല, ഇതിനൊരു എന്താ VIP ട്രീറ്റ്മെന്റ് ആണ് ഈ ബർഗറിന്റെ പാക്കിങ്ങിൽ. ആൻഡ് ഐ ലൈക്ക് ദിസ്. ഇത് പിടിച്ച് കഴിക്കാനാകുമ്പോൾ എളുപ്പമാണ്. ഇതിൻ്റെ അകം പക്ഷെ എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. വളരെ സിമ്പിൾ ബർഗർ എന്ന് തോന്നുന്നു. ഇതിലും ചീസ് ഇസ് മച്ച് ബെറ്റർ. അത് നമുക്ക് കാണുമ്പോഴേ അറിയാം. പക്ഷെ ഇത് തുറന്നു നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. Some nicely toasted bun, bacon, cheese, some lettuce in the special dressing, patty and adilum cheese. Oof. അപ്പോൾ ഡബിൾ ചീസ് ആണ്, ഡബിൾ ചീസ് ബേക്കൺ ബീഫ് ബർഗർ. പക്ഷെ പാറ്റി ലുക്സ് ദ സെയിം. സോ അങ്ങനെ ഒരു പ്രീമിയംനെസ്സും ടേസ്റ്റ് ഡിഫറൻസും വരാൻ സാധ്യതയൊന്നും ഇല്ല. കുറച്ചും കൂടെ വലിയ ബണ്ണാണ്, ബിഗ് മാക്കിനെ കാട്ടി വലിയ ബണ്ണാണ്. പക്ഷെ ദ പാറ്റീസ് ആർ റിയലി ഓർഡിനറി. സ്പെഷ്യലായിട്ടൊന്നും ഒന്നുമില്ല. ചിലയിടത്തൊക്കെ നല്ല ജ്യൂസി. തായ്ലാൻഡിലൊക്കെ പാറ്റി ഞാൻ ഒരു കൊറോണയ്ക്കൊക്കെ മുമ്പ് കഴിക്കുമ്പോൾ മച്ച് ബെറ്റർ ആണ്. ഇത് പാറ്റി ഞാൻ പറഞ്ഞ പോലെ സംഭവമൊന്നും അല്ലെങ്കിലും പാറ്റി എന്ന് പറയുന്ന അകത്തുള്ള സാധനമാണ് മെയിൻ. ആ ഒരു നാട്ടിൽ ഇപ്പോൾ പണ്ട് കട്ട്ലറ്റൊക്കെ വെച്ച് ബർഗർ ഇട്ടില്ലേ, അതുപോലെ തന്നെ പാറ്റി എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ്. ഇതിൻ്റെ ബേക്കൺ ഇസ് റിയലി ഗുഡ്. ഡബിൾ ചീസ് വന്നു കഴിയുമ്പോൾ തന്നെ ഇറ്റ്സ് സോ ഗുഡ്. ആൻഡ് ഐ ആക്ച്വലി പ്രിഫർ ദിസ് ടു ദ ബിഗ് മാക്. അധികം സോസും ഇല്ല. ബിഗ് മാക് വാസ് ടു സോസി. ഇറ്റ്സ് നൈസ്. ദ ചീസ് ഇസ് റിയലി നൈസ്. ഒരു പ്രോപ്പർ സ്വിസ് ചീസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. ആക്ച്വലി സോ എന്താ ആ ജ്യൂസിനെസ്. മീറ്റും ആക്ച്വലി ഇസ് വെൽ കുക്ക്ഡ് കേട്ടോ. ഇതിൻ്റെ പാറ്റി ഇസ് ഓൾസോ വെൽ കുക്ക്ഡ്. ആ ബേക്കൺ ഇസ് ഓൾസോ ഗുഡ്. ആൻഡ് ആ ഡ്രസ്സിങ് കണ്ട് ഒലിച്ചു വരുന്ന കണ്ട അതിൻ്റെ ഒരു ടേസ്റ്റ് അടിപൊളിയാണ്. ദിസ് ഇസ് മച്ച് ബെറ്റർ ദാൻ ബിഗ് മാക്. കൊള്ളാം. നാട്ടിലത്തേക്ക് ഏറ്റവും ഒരു പ്രശ്നം തോന്നിയ ബീഫ് മക്ഡോണൾഡ്സ് വിൽക്കാത്തതുണ്ട്. ബീഫില്ലാതെ എന്ത് മക്ഡോണൾഡ്സും. എന്തായാലും മക്ഡോണൾഡ്സ് സോ ബാഡ് ഫോർ യു. അതിപ്പോൾ അവിടുത്തെ ചിക്കൻ ബർഗർ കഴിച്ചാലും ഏത് കഴിച്ചാലും സോ ബാഡ്. പക്ഷെ അറ്റ്ലീസ്റ്റ് കഴിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉള്ള സാധനം കഴിക്കണമെങ്കിൽ ആ ബീഫ് തന്നെ കഴിക്കണം. ചിക്കൻ ബർഗേഴ്സ് എന്നാണ് നോട്ട് പോപ്പുലർ അറ്റ് ഓൾ ഇൻ മക്ഡോണൾഡ്സ്. നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത് കൊള്ളാം. ബേക്കൻ്റെ സോൾട്ടിനെസ്സും ചീസിൻ്റെ സോൾട്ടിനെസ്സും ബർഗർ പാറ്റിയുടെ സോൾട്ടിനെസ് ഒക്കെ കൂടെ വരുമ്പോൾ ഭയങ്കര സോൾട്ടിനെസ് ആണെന്ന് വിചാരിക്കും. പക്ഷെ അല്ല. സോ സംഹൗ ഇറ്റ് ഇസ് പെർഫെക്റ്റ്ലി മാനേജ്ഡ്. ഐ ലൈക്ക് ദിസ് ബർഗർ. ബേക്കൺ ഡബിൾ ചീസ് ബീഫ് ബർഗർ. ഇറ്റ്സ് നൈസ്. കുറച്ച് ഹെവിയാണ്, ബിഗ് മാക് പോലെ അല്ല. ടു മച്ച് ആണ്. മിക്കവാറും ഫുഡ് കോമയിലേക്ക് പോകും. അതിന് മുമ്പ് ഫൈനലായിട്ടുള്ള കുറച്ച് ഫുഡും കൂടെ റിവ്യൂ ചെയ്യാം. ഇത് അവരുടെ ഇത് 2 ആയിട്ടാണ് വരുന്നത് കേട്ടോ. 2 എണ്ണം ഉണ്ട്. ചെറി പൈ ആണ്, നൈസ് ഫ്ലേക്കി പൈ. ആൻഡ് ദിസ് ആക്ച്വലി ഇത് കണ്ടോ നല്ല ലുക്കല്ലേ. എന്തൊരു ബട്ടറി ഫ്ലേക്കി പൈ ആണ്. മക്ഡോണൾഡ്സിന്റെ പൈ നമ്മുടെ നാട്ടിൽ ഞാൻ ഭയങ്കര മിസ്സിംഗ് ആണ്. ഇതെനിക്കൊന്ന് സ്ട്രോബെറി ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഉറപ്പാണ് ഇത് കടിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ക്രഞ്ച് സൗണ്ട് കേൾക്കാൻ പറ്റും. ബ്യൂട്ടിഫുൾ ചെറീസ്. ഇത് 100% പ്രിയ വിൽ ലവ് ഇറ്റ് ടു ദ കോർ. ഞാൻ ഒരു ബൈറ്റ് എടുത്ത് നിർത്തുവാണ്, കാരണം എനിക്ക് ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. ദിസ് ഇസ് സോ ഗുഡ്, സോ ഗുഡ്, നൈസ്.
എക്സ്ട്രീംലി ന്യൂട്രൽ ഫ്ലേവേർഡ് ഔട്ടർ കവറിങ് ഓഫ് ദി പേസ്ട്രി, അകത്ത് ആവശ്യത്തിന് സ്വീറ്റ്നെസ് ഉള്ള ഒരു ചെറി ജാം വിത്ത് സം ഫ്രഷ് ചെറീസ് ആൻഡ് ഒരു ചെറിയ ചെറിയുടെ ടാർട്ട്നെസ്സും. വണ്ടർഫുൾ. ഇതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇനി ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ട് ഇന്നത്തെ ഒരു ചെറിയ ഫുഡ് വ്ളോഗ് അവസാനിപ്പിക്കാം. എഴുന്നേക്കാൻ വയ്യ, ഐസ്ക്രീം ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. ഒരു 5 minutes ബ്രേക്ക് വേണം. എഴുന്നേക്കാൻ പറ്റുന്നില്ല, ടു ഫുൾ. പക്ഷേ ഈ ഫാസ്റ്റ് ഫുഡിന്റെ പ്രശ്നം എന്ന് പറയുമോ, ഇറ്റ് ഷൂട്ട്സ് അപ്പ് യുവർ ബ്ലഡ് ഷുഗർ ലെവൽ സോ ഹൈ ആൻഡ് പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും വിശക്കും. കാരണം ഫൈബറും അങ്ങനെ ന്യൂട്രീഷനും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇനി രാത്രി വിശക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാനത് ആപ്പിളിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്തായാലും ഐസ്ക്രീം ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പോവല്ലേ, വെയിറ്റ് ചെയ്യൂ പ്ലീസ്, ഒരു 2 minutes. പ്രിയ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇത്രയും കഴിച്ചിട്ട്? പ്രിയക്ക് ഇതിൽ ഒട്ടും ക്രേവിംഗ് ഇല്ല. കാരണം പ്രിയ absolutely doesn't like junk food. She doesn't like at all. KFC ഇഷ്ടമല്ല, മെക്ഡോണൾഡ്സ്, ബർഗേഴ്സും അങ്ങനത്തെ ഒരു സാധനവും ഇഷ്ടമല്ല. ആണ്ടാനീസ് കുറച്ച് ഇഷ്ടമാണ്. ഇതിന്റെ മെക്ഡോണൾഡ്സിന്റെ പൈ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ വേറെ ഫാസ്റ്റ് ഫുഡ് പ്രിയക്ക് പൊതുവെ ഇഷ്ടമല്ല. ഓക്കെ, ഐസ്ക്രീം എടുത്തോണ്ട് വരാം. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി എന്താ അത്. ഓബ്വിയസ്ലി ഐസ്ക്രീം ആണ്, പക്ഷെ ഇതിന്റെ ടോപ്പിംഗ്സ് ഒക്കെ മറന്നുപോയി. ഐ തിങ്ക് ഇറ്റ്സ് സം കാരമൽ സ്റ്റഫ്. നല്ല ഒരു ടേസ്റ്റിയാണ്, ഭയങ്കര തിക്കാണ്. ലുക്ക് അറ്റ് ദ ചോക്ലേറ്റ്, ലുക്ക് അറ്റ് ദ കാരമൽ ആൻഡ് ദിസ് ആക്ച്വലി ടേസ്റ്റ്. ഇത് റിയൽ മിൽക്ക് വെച്ച് ഉണ്ടാക്കിയ ഒരു ടേസ്റ്റാണ് സംഭവമാണിത്. കിറ്റ്കാറ്റാണ്. അതാണ് ആ ഒരു കിറ്റ്കാറ്റിന്റെ ബിസ്ക്കറ്റ് ക്രഞ്ചസും അകത്ത് ഫുൾ കാരമലിന്റെ ഒക്കെ അറ്റത്തൊക്കെ കാരമൽ സോസ് കിടക്കുന്നുണ്ട്. ഈ വാനില ഐസ്ക്രീമും ഈ ഒരു ചോക്ലേറ്റ് കിറ്റ്കാറ്റിന്റെ ടോപ്പിങ്സും കുറച്ച് കാരമലും കൂടെ എടുത്ത് കഴിച്ച് കഴിയുമ്പോൾ ഇത്രയും കഴിച്ചതിന്റെ ഡൈജഷന് പറ്റിയ ടൂളാണ്. പുതിന ഒന്നും നിങ്ങൾ കഴിക്കേണ്ട, ഐസ്ക്രീം കഴിച്ചാൽ മതി. ഡൈജഷൻ നല്ല ഹെൽപ്ഫുൾ ആണ്. നൈസ്. വേറെ ആരെങ്കിലും ഐസ്ക്രീം ഡൈജഷന് വേണ്ടി മാത്രം കഴിക്കുക ഇഷ്ടമുണ്ടായിട്ടല്ല, ഐസ്ക്രീം ഡൈജഷന് വേണ്ടി മാത്രം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യൽ ചെറിയ ഫുഡ് വ്ളോഗ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി ലോകത്തെ മൊത്തം മെക്ഡോണൾഡ്സ് റിവ്യൂ ചെയ്യണം എന്നുണ്ട്. എന്തായാലും അത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ പറ.